ഇതൊരുമാതിരി അതർ സൈഡ് പരിപാടി ഇപ്പൊ എന്താ മറ്റടുത്ത പരിപാടി അയ്യോ എന്താ പാപ്പ എനിക്കൊന്നുമില്ല. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. കിട്ടിയടാ ഇന്നത്തെ ആശുപത്രിക്കാളായി முடிஞ்சிருச்சுல்ல இனி என் முன்னாடி ஒருத்த நிக்க கூடாது அவுட் hard work shooting is also under sun election work is also under sun so sun is really kissing me hey I've seen this one shooting is also under sun election work is also under sun so sun is really kissing me I love that kissing എല്ലാവരും കൂടി എന്നെ കളിയാക്കി കൊല്ലുക കഴിക്കാൻ വേണ്ടിട്ട് പാർട്ടിക്കാരുടെ കൂടെ പോയിട്ടാണ് വരുന്നത്. അപ്പൊ അതിലൊരാള് വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. നടക്കുന്ന കാര്യം വല്ലോണ്ട് പറടാ. ഇവനൊക്കെ എത്ര മുക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ചു കാണുമ്പോ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഭ്രാന്തന്റെ ഡോക്ടർമാരാരെങ്കിലും അറിയാം? ആർക്കാ ഭ്രാന്ത്? ഇന്നലെ രാത്രി മുതൽ ഓക്ക് എന്തോരളക്കാം. അതെ, ചക്ക നമ്മളിങ്ങനെ പൊളിച്ചു കാണുമ്പോ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കുക. അപ്പൊ എത്ര താമര ചക്കയ്ക്കകത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ ന്യൂട്രലി ഇങ്ങനെ വീഴ്ത്തും. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണു, അതെന്താ? താമര എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ചു കാണുമ്പോ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കുക. ഒന്നുമില്ല കുട്ടിക്ക്, ഒന്നുമില്ല. എത്ര താമര ചക്കയ്ക്കകത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ ന്യൂട്രലി ഇങ്ങനെ വീഴ്ത്തും. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഇതെന്തോന്ന്? ഇത് താമര, ഇതാ താമര. ചക്ക പൊളിച്ചപ്പോ താമര പോലെയല്ലേ ഇരിക്കണ. ചക്ക തന്നെ താമര, താമര തന്നെ ചക്ക. അപമാനിച്ച് ഞാൻ പോയിക്കോട്ടെ. ചക്ക തന്നെ താമര, താമര തന്നെ ചക്ക. എന്റെ പൊന്നു മുത്തല്ലേ, പൊര കത്തുമ്പോ വാഴ വെട്ടല്ലേടി മോളെ. എന്താ മോളെ, ചക്ക തന്നെയല്ലേ താമര, താമര തന്നെയല്ലേ ചക്ക. ഞാൻ പറയാം. ചക്ക തന്നെയല്ലേ താമര, താമര തന്നെയല്ലേ ചക്ക. ഞങ്ങൾക്ക് അറിയാം. ചക്ക ഇനിയിപ്പോ തുറന്നു നോക്കിയാ താമര പോലെയല്ലേ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ ആ അമ്മ പറഞ്ഞ വാക്കുകളാണ് ഞാനത് മീഡിയയിൽ പറഞ്ഞത്. ഇയാള് കിടന്ന് ഉരുളണ്ട. പക്ഷെ അത് അവസാനം ഞാൻ പറഞ്ഞതും എന്റെ ആശയം പോലെ ആക്കി. അതൊന്നും സാരല്ല. അതൊക്കെ നെഗറ്റീവ് ഒക്കെ PR-കളായിട്ട് അതെല്ലാം ഞാൻ ഏറ്റുവാങ്ങുകയാണ്. സാരമില്ല, ഇതൊക്കെ ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തോളാം.